ഹരേ കൃഷ്ണ. രാധേ രാധേ. പൊന്നുണ്ണിക്കണ്ണൻ ജനിച്ച 12ാമത്തെ ദിവസം ഉണ്ണിക്കണ്ണനെ കാണുവാനായി ഒരു വിരുന്നുകാരൻ വന്നു. ആരായിരുന്നു ആ വിശേഷപ്പെട്ട അതിഥി നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ സന്ദർശിക്കാൻ വന്നതെന്നറിയോ? സാക്ഷാൽ പരമശിവൻ ശിവഭഗവാൻ ഉണ്ണിക്കണ്ണൻ്റെ അടുത്ത് വൃന്ദാവനത്തിലെത്തിയപ്പോൾ യശോദമ്മ ആകെ പകച്ചു. വന്നു നിൽക്കുന്ന സന്യാസിയെ കണ്ടാൽ ശിവഭഗവാന്റെ നല്ല ഛായയുണ്ട്. അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ സർപ്പം, പിന്നെ തേളും മറ്റും. യശോദമ്മയ്ക്ക് പേടിയായി. യശോദമ്മ സന്യാസിയോട് പറഞ്ഞു, സന്യാസി ശ്രേഷ്ഠ, ഉണ്ണിക്കണ്ണനെ കാണിച്ചു തരാൻ പറ്റില്ല. കുഞ്ഞു വാവയല്ലേ പൊന്നുണ്ണിക്കണ്ണൻ. ഉണ്ണിക്കണ്ണന് പേടിയാവും ഈ സർപ്പത്തെയൊക്കെ കണ്ടാൽ. സന്യാസി പറഞ്ഞു, എനിക്കൊന്ന് കണ്ടാ മതി അമ്മേ. പാവം യശോദമ്മ, ഒട്ടും പറ്റില്ല. എൻ്റെ ഉണ്ണി ഒരുപാട് കരയും സന്യാസി ശ്രേഷ്ഠനെ കണ്ടാൽ. ഞാൻ നല്ല മധുരമുള്ള തൈര് സന്യാസിക്ക് തരാലോ, അത് കഴിച്ച് അങ്ങ് മടങ്ങിപ്പോക്കോളൂ എന്ന് പറഞ്ഞു. ശിവഭഗവാൻ മടങ്ങിപ്പോവാൻ കൂട്ടാക്കിയില്ല. സങ്കടത്തോടുകൂടി അവിടെ നിന്ന് വെറുതെ നടന്നകന്നു. ഉണ്ണിക്കണ്ണൻ ഇതെല്ലാം കേട്ടുകൊണ്ട് ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്. ശിവഭഗവാൻ നടന്നകന്നതോടുകൂടി ഉണ്ണിക്കണ്ണൻ ഉറക്കി ഉറക്കി കരയാൻ തുടങ്ങി. യശോദമ്മയ്ക്ക് ആകെ പരിഭ്രമമായി. ഉണ്ണിക്കണ്ണൻ എന്തു ചെയ്തിട്ടും കരച്ചിലടക്കുന്നില്ല. ഗോപികമാരെല്ലാവരും ഓടി വന്നു. ഉണ്ണിക്കണ്ണനെ ഏതെങ്കിലും വിധത്തിൽ ഒന്ന് കരച്ചിൽ നിർത്താനായി അവർ പലവട്ടം ശ്രമിച്ചു. പക്ഷെ ഉണ്ണിക്കണ്ണൻ വിതുമ്പി വിതുമ്പി കരഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ ഒരു ഗോപിക ചോദിച്ചു, ഇന്നിവിടെ ആരെങ്കിലും വന്നിരുന്നോ? അപ്പോൾ യശോദമ്മ പറഞ്ഞു, ഒരു സന്യാസി വന്നിരുന്നു. ആ സന്യാസിക്ക് ഞാൻ ഉണ്ണിക്കണ്ണനെ കാണിച്ചു കൊടുത്തില്ല. ഒട്ടനെ ഗോപികമാർ പറഞ്ഞു, ആ സന്യാസിക്ക് അത്രയും വിഷമമായിട്ടുണ്ടാവും. സന്യാസിയുടെ സങ്കടമാണ് പൊന്നുണ്ണിക്കണ്ണൻ ഈ കരയുന്നതെന്ന്. ഉടനെ തന്നെ യശോദമ്മ ആ സന്യാസിയെ അന്വേഷിച്ചു കൊണ്ടുവരാൻ പറഞ്ഞ് ഗോപികമാരെ വിട്ടയച്ചു. ഗോപികമാർ ശിവഭഗവാനെ അന്വേഷിച്ചലഞ്ഞ് അവസാനം ആ സന്യാസി ശ്രേഷ്ഠനെ ഉണ്ണിക്കണ്ണൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഉണ്ണിക്കണ്ണനെ കണ്ട മാത്രയിൽ ഭഗവാൻ എന്തെന്നില്ലാത്ത ആനന്ദത്തിൽ മുങ്ങിപ്പോയി. എന്നിട്ട് ഉണ്ണിക്കണ്ണൻ്റെ അടുത്തിരുന്ന് നാമങ്ങൾ ഉരുവിടാൻ തുടങ്ങി. ഗോപികമാരോട് പറഞ്ഞു, 1500 പേരുകളുള്ള ഈ ഗോപാല സഹസ്രനാമം നിങ്ങൾ ജപിച്ചോളൂ. ഉണ്ണിക്കണ്ണന് ഒരു ആപത്തും വരികയില്ല. ഗോപികമാർക്കെല്ലാം ഒരുപാട് സന്തോഷമായി. അവരെല്ലാവരും ഉണ്ണിക്കണ്ണന് വേണ്ടി ഗോപാല സഹസ്രനാമം ചൊല്ലിത്തുടങ്ങി. നമ്മുടെ ഉണ്ണിക്കണ്ണന് വേണ്ടി നമ്മുടെ ശിവഭഗവാൻ നമ്മുടെ സ്വന്തം ഗുരുവായൂരിൽ നിന്ന് മമ്മിയൂർക്ക് മാറിയിരുന്ന കഥ എല്ലാവർക്കും അറിയാമല്ലോ. ശിവസാന്നിധ്യമുള്ള ഗുരുവായൂരിൽ ഉണ്ണിക്കണ്ണിനിരിക്കാൻ വേണ്ടി ഭഗവാൻ മമ്മിയൂരിലേക്ക് പോയപ്പോൾ മമ്മിയൂരിനുള്ള ശരിക്കുമുള്ള സ്ഥലനാമം മഹതിയൂർ എന്നാണ്. ശിവഭഗവാൻ പൊന്നുണ്ണിക്കണ്ണന് വേണ്ടി ചെയ്ത ആ ഒരു കർമ്മത്തിനെ അത്രയും മഹത്തരമായതുകൊണ്ടാണ് മഹതിയൂർ എന്ന് വിളിച്ചത്.
പിന്നീടത് പറഞ്ഞ് പറഞ്ഞ് മമ്മിയൂരായി മാറി. നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ്റെ നന്മയ്ക്കും സ്നേഹത്തിനും ഒരുപാട് ഇഷ്ടത്തിനും എല്ലാമായി നമുക്ക് ഗോപാല സഹസ്രനാമം ജപിക്കാം. ഹരേ കൃഷ്ണ, രാധേ രാധേ.